കഴിഞ്ഞ 10 വർഷക്കാലം തലകുത്തി നിന്നിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ ടീം യു ഡി എഫ് നേടിയെടുത്തിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? ഇതിൻ്റെ യഥാർത്ഥ വിജയശില്പി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയും അതിൽ ഓരോ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പണക്കാട്ട് തങ്ങന്മാരും KPCC പ്രസിഡന്റും VD സതീശനും KC വേണുഗോപാലും തുടങ്ങി രാഹുൽ ഗാന്ധി വരെയുള്ള സകലമാന കോൺഗ്രസ്സുകാരും UDFകാരും രാഹുൽ മാങ്കൂട്ടത്തോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. VD സതീശൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. VD സതീശൻ്റെ ഈ ഒരു അചഞ്ചലതയും ആത്മധൈര്യവും ഇതിനു മുമ്പ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പിണറായി വിജയൻ അതുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും കൂടി ഒരു കുട്ടിയാണ് ഇതെന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും അവസരമില്ലാതായി. മാത്രമല്ല ദില്ലിയിലിരിക്കുന്നവർക്കും വലിയ റോളൊന്നുമില്ല. ആവശ്യമില്ലാതെ വേലിയെ കിടക്കുന്ന പാമ്പിനൊക്കെ എടുത്ത് തോളത്തിടാതെ പെണ്ണുപിടിയന്മാരെയൊന്നും സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ മാത്രം മതി കോൺഗ്രസിൻ്റെ നേതൃത്വം. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, UDF വിജയം ആധികാരികമായിട്ടുള്ള ഒരു വിജയമാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിജയശില്പികളുണ്ട്. ഇതിനകത്ത് ഒരുപാട് പേര് അവകാശവാദങ്ങളായിട്ടൊക്കെ വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം തലകുത്തി നിന്നിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു സുപ്രഭാതത്തിൽ ടീം യു ഡി എഫ് നേടിയെടുത്തിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? ഇത്രയും മിന്നുന്ന വിജയത്തിൻ്റെ കാരണം ഞാനിത് എന്നെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞതാണ്. കാരണം അത്രയും പ്രതിരോധത്തിലേക്ക് പോയതുകൊണ്ട് രാജൻഭായ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ കോൺഗ്രസ്സുകാരെ പോലും കൊല്ലം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് അത്ഭുതപ്പെടുത്തിയതാണ്. തൃശ്ശൂരോ കണ്ണൂരോ ഒന്നും നമ്മുടെ ഒരു കൺസേൺ അല്ല. കൊല്ലവും കോഴിക്കോടും അത് രണ്ടൊരു കിട്ടാക്കനിയായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊരു ആലോചിക്കേണ്ട ഇതുണ്ടായിരുന്നില്ല. കൊല്ലം കോർപ്പറേഷൻ പിടിച്ചു എന്ന് കേൾക്കുമ്പം അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഞാൻ. അത്ര വലിയ ഇതാണ്. ഇതിൻ്റെ യഥാർത്ഥ വിജയശില്പി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ത്രസിപ്പിക്കുന്നൊരു വിജയത്തിലേക്ക് UDF പോയതിൻ്റെ ഈ മിന്നും വിജയത്തിൻ്റെ ക്രെഡിറ്റ് പരിപൂർണമായും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുക. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ 15 ദിവസത്തോളം പ്രചാരണത്തിൽ പങ്കെടുക്കാതെ ഇലക്ഷൻ്റെ വോട്ടിങ്ങിൽ പോലും രാവിലെ വന്ന് നിൽക്കാതെ അത്യാവശ്യം എല്ലാ മലയാളികളും വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് കൃത്യമായി 5 മണിക്ക് വന്ന് വോട്ട് ചെയ്യാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഔചിത്യബോധം, വിവേകം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാതിരിക്കൽ, വീട് കയറാതിരിക്കൽ, പ്രചാരണത്തിൽ നിന്ന് മാറിപ്പോകൽ, കേരളത്തിലാകെ പര്യടനം നടത്തി പ്രസംഗിക്കാതിരിക്കൽ, റീൽസിലാതിരിക്കൽ, അതൊക്കെ ഈ ത്രസിപ്പിക്കുന്ന വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണിയും അതിൽ ഓരോ പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെ പണക്കാട്ട് തങ്ങന്മാരും KPCC പ്രസിഡന്റും VD സതീശനും KC വേണുഗോപാലും തുടങ്ങി രാഹുൽ ഗാന്ധി വരെയുള്ള സകലമാന കോൺഗ്രസ്സുകാരും UDFകാരും രാഹുൽ മാങ്കൂട്ടത്തോടാണ് ആദ്യം നന്ദി പറയേണ്ടത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എക്കാലത്തെയും സംരക്ഷകനും തലതൊട്ടപ്പനും എല്ലാമായിട്ടുള്ള ഷാഫി പറമ്പിലും. കാരണം ഷാഫി പറമ്പിലും വല്ലാതെ ഷോ ഓഫിലേക്കൊന്നും പോയില്ല. ഒന്ന് അടങ്ങി കുറച്ച് മിതത്തിലും മയത്തിലും ഒക്കെ നിന്ന് വല്ലാതെ ആ പഴയ പരിപാടിക്കൊന്നും നിൽക്കാതെ നിന്നു. അതിൻ്റെ രണ്ടിൻ്റെയും ഗുണമാണ് റിസൾട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയും ആദ്യം തന്നെ. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഈ ഷാഫിയും പിൻവലിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ അടിയിൽ കൂടി UDF പണിയാനായിട്ട് ശ്രമിച്ച സമയത്ത് വർദ്ധിത വീര്യത്തോടുകൂടി UDF എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു ഉറച്ച മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ട്. അല്ല, അതിലോട്ട് ഞാൻ വരുന്നത് അതായത് UDF അതായത് കോൺഗ്രസിന് UDF എന്നുള്ളതല്ല, കോൺഗ്രസിനകത്ത് UDF എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനകത്ത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കോൺഗ്രസിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവരുടെ പാറുവെപ്പിലും കുതികാൽ വെട്ടിലും ഒക്കെ നിരാശരായി മടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ, മാനസികമായി തകർന്നു പോയ പലരും ആവേശത്തോടു കൂടി തങ്ങളുടെ പ്രസ്ഥാനത്തെ, അവരില്ലാത്ത തങ്ങളുടെ പ്രസ്ഥാനത്തെ, അവർ നേതൃത്വത്തിൽ അവരാൽ ഹൈജാക്ക് ചെയ്യപ്പെടാത്ത പ്രസ്ഥാനത്തെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി എന്നുള്ളതാണ്. ഫീൽഡിൽ അവർ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള നിശ്വാസത്തിൽ പോലും കോൺഗ്രസ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയൻ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഗാന്ധിസോ അല്ല ഞാൻ പറഞ്ഞത്, പട്ടിണി കിടക്കുന്നിരിക്കുമെന്നോ അല്ലെങ്കിൽ അടി കിട്ടിയാൽ കൊണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പക്ഷേ എന്നാൽ തന്നെയും ആദർശശുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആവേശത്തോടു കൂടിയ പഴയ കോൺഗ്രസിൻ്റെ സംസ്കാരം തിരിച്ചു പിടിക്കാനുള്ളൊരു പോരാട്ടവും കൂടിയായിട്ട് ഇതിനെ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഉള്ളിൽ അവരാണിപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത്. അവരുടെ റീൽസ് ഇല്ലാതെ,
അവരുടെ ഷോ ഓഫ് ഇല്ലാതെ, രാഹുൽ മാങ്കട്ടത്തിൻ്റെ സാന്നിധ്യം പോലും ഇല്ലാതെ, ഷാഫി പറമ്പിലിനെ സംസ്ഥാനത്തൊട്ടാകെ താരപരിവേഷത്തോടെ കൊണ്ടു നടക്കാതെ അവർ ഒതുക്കാൻ ശ്രമിച്ച ആളുകൾ നേതൃത്വം കൊടുത്ത് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്, അവർ പാരവെക്കാൻ നോക്കിയ, ഏറ്റവും അവസാനം പാരവെക്കാൻ നോക്കിയ വി.ഡി. സതീശൻ അറബിക്കടൽ ഇളകി വന്നാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനകത്ത് നിയോഗം മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ എന്നെക്കൊണ്ട് ബാക്കിയും കൂടി പറയിപ്പിക്കരുത്, നിൻ്റെയൊക്കെ ഈ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെ ആ കളികൾ ഇനി നാളെ തൊട്ടെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ പത്രസമ്മേളനം നടത്തി എനിക്ക് പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് അവരെ വരച്ച വരയിൽ നിർത്തിയ, അതോടുകൂടി അവർ സ്വിച്ചിട്ട പോലെ സ്റ്റോപ്പായല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെ പറ്റിയൊന്നും ഒട്ടൊന്നുമില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ആളുകൾ മുഴുവൻ, ഒരു പടം മുഴുവൻ, എം കെ രാഘവൻ യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനയ്ക്കകത്ത് നടത്തിയത് തോന്നിവാസമാണ്. കെ എം അഭിജിത്തിനെ പോലുള്ളവരെ ഒഴിവാക്കിയിട്ട് ചെയ്തത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞ് അത് തിരുത്തിപ്പിക്കുകയും വീണ്ടും ഒരു പുനഃസംഘടനയ്ക്കൂടെ യൂത്ത് കോൺഗ്രസിനെ വിധേയമാക്കുകയും ചെയ്ത എം കെ രാഘവൻ തുടങ്ങി വലിയൊരു നിര, അജയ്ത്തറയിലും ജോസഫ് വാഴക്കൻ, രമേശ് ചെന്നിത്തല തുടങ്ങി ഒരുപാട് പേര്, കെ മുരളീധരൻ തുടങ്ങിയിട്ടുള്ള വലിയൊരു നിര. പിന്നെ രഹസ്യമായി നമ്മളോടൊക്കെ തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഈ നേതാക്കന്മാരോട് രഹസ്യമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെടുത്ത സ്റ്റാൻഡിനോട് യോജിക്കുന്ന അവരോട് കൂടെ, നമ്മളൊക്കെ പലരും പറഞ്ഞിട്ടുള്ള പല ഇന്ന നേതാക്കന്മാരോട് ഞങ്ങൾ അവരുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള ഗ്രൂപ്പിനപ്പുറത്തേക്ക് ഈ വിഷയത്തിനകത്ത് അങ്ങനെ നിന്നിട്ടുള്ള യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, പിന്നെ ലീഗിൻ്റെ അണികൾ, പ്രവർത്തകർ, ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവ് തന്നെയാണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു? ഇവൻ ആ 15 ദിവസം കാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കാട്ടിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരുന്നില്ലായിരുന്നെങ്കിൽ പിന്നെ കേരളം മുഴുവൻ നടന്ന് കൈവീശി കാണിക്കും. നമ്മളാണ് കേട്ടോ എട്ടുകാലി മഞ്ഞൾ പരിപാടി നടത്തിയേനെ. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം നടന്നു എന്നുള്ളതാണ്. പിന്നെ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. വി.ഡി. സതീശൻ്റെ ഈ ഒരു അചഞ്ചലതയും ആത്മധൈര്യവും ഇതിനു മുമ്പ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പിണറായി വിജയൻ അതുണ്ടായിരുന്നു. അത് പക്ഷേ പിണറായി വിജയൻ പറഞ്ഞൊന്നും ഒരിക്കലും മാറ്റിയും പറഞ്ഞിട്ടില്ല. നികർസേവി എന്ന് പറഞ്ഞത് ഒരിക്കലും തിരുത്തി പറഞ്ഞിട്ടില്ല. പരനാറി എന്ന് പറഞ്ഞത് തിരുത്തി പറഞ്ഞിട്ടില്ല. അത്തരം പ്രയോഗങ്ങളൊന്നും വി.ഡി. സതീശൻ്റെ ബാക്കി ഇന്ന് പാർലമെൻ്ററി ആയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും വരാറില്ല. പിണറായി വിജയനൊക്കെ എന്നെപ്പോലെയാണ് വായി തോന്നുന്ന പോലെയൊക്കെ ചിലപ്പോൾ പ്രയോഗങ്ങളൊക്കെ വരും ദേഷ്യം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ പുള്ളി മാന്യതയും ബാക്കിയുള്ള ഒന്നും നോക്കത്തില്ല. വി.ഡി. സതീശൻ പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്ത് പിന്നെ വി.ഡി. സതീശൻ കാണിച്ചിട്ടുള്ള ഒരു ആത്മധൈര്യമുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ സമയത്ത് അൻവറിനെ കൂട്ടരുത് എന്നുള്ള കർശനമായിട്ടുള്ള ഒരു കട്ടുപിടുത്തത്തിൽ നിന്നത് സതീശനാണ്. ബാക്കിയുള്ളവർ പലരും അയയാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടില്ല. ജയിച്ചാൽ എല്ലാവരുടെയും കൂടി വിജയം, തോറ്റാൽ ഞാൻ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് സതീശൻ നിന്നത്. നിലമ്പൂർ പിന്നെ ആര്യയുടെ ഷോക്കത്ത് തോറ്റിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കാൻ വേണ്ടി രാജിക്കത്ത് തയ്യാറാക്കി വെച്ച ഒരാളാണ് വി.ഡി. സതീശൻ. നിലപാടിൽ നിന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും, ഇപ്പം മുഖ്യമന്ത്രി ആവണമെന്നും എല്ലാം ആർക്കും ഇപ്പോൾ ആഗ്രഹമില്ലാത്ത ഒരാളും രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇന്നത്തെ കാലത്ത് വരുന്നില്ല. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ട്. ഒന്നും ആവാൻ ആഗ്രഹിക്കാത്ത നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മഭൂമിയായി രാഷ്ട്രീയത്തെ സാമൂഹ്യ സേവനത്തിലുള്ള ഒരു മാർഗമായിട്ട് കാണുന്നവരുണ്ട്. ഇപ്പം അങ്ങനെയുള്ള നിസ്വാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പാലിയേറ്റീവ് പോലെയുള്ള സംവിധാനങ്ങൾക്കകത്തോട്ടാണ് പോകുന്നത്. പിന്നെ അവരവൻ്റെ മാത്രം ബോധിപ്പിക്കാമെന്നല്ലാതെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കാറില്ല. ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് ചിലപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആവണമെന്ന് തൊട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവണമെന്ന് വരെയുള്ള വിവിധ തങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്നതും ഒതുങ്ങാത്തതുമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആ സ്വപ്നങ്ങളോടുകൂടി തന്നെയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഒരു കുറ്റമല്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് നഷ്ടവും ത്യാഗവും ഉണ്ടായാലും ശരി, നിലപാടിന് മാറ്റമില്ല. അത് നടന്നാലും ഇല്ലെങ്കിലും എന്നുള്ള രീതിയിലേക്ക് സതീശൻ പോയെന്ന് മാത്രമല്ല, സതീശൻ അന്ന് ആ സ്റ്റാൻഡ് എടുത്തു. അന്ന് അവിടെ നിലമ്പൂർ വിജയിച്ചു. അന്ന് നിലമ്പൂർ ജോയിയെ നിർത്തി, ജോയി ആണ് ജയിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, ജോയി ആണെങ്കിൽ ഷൗക്കത്തിന് കിട്ടിയതിനേക്കാളും ഇരട്ടിയിലധികം ഭൂരിപക്ഷം ഉണ്ടാവും. ഷൗക്കത്തിനാണ് ഇത്രയും ഭൂരിപക്ഷമുള്ള സ്ഥിതിക്കാണെങ്കിൽ ജോയി ആണെങ്കിൽ ഒരു 10-35,000 വോട്ടിൻ്റെ ലീഡ് നേടും. പക്ഷേ ഇത് UDFൻ്റെ അക്കൗണ്ടിൽ കിടക്കത്തില്ല. അൻവർ ഫാക്ടർ എന്നുള്ളത് വരും. അൻവർ വിജയിപ്പിച്ചു ജോയിയെ. അപ്പോൾ പിന്നെ അൻവറിൻ്റെ ബാർഗനിങ് കപ്പാസിറ്റി കൂടി. അപ്പോൾ അൻവർ ഒരു വലിയ ഫാക്ടർ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സതീശനെ വാശി പിടിച്ചു തരുന്നത്. ഇവിടെയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തുമ്പോൾ എനിക്ക് ബോധ്യമുണ്ടെന്നാണ് സതീശൻ പറഞ്ഞത്. അതും അവരുടെ പിന്നെ മുതിർന്ന നേതാക്കന്മാരുടെ കൂടിയാലോചനകൾക്കകത്ത് ഫോൺ വഴിയാണ് എല്ലാവരെയും ബന്ധപ്പെട്ടത്. കളക്റ്റീവായിട്ടുള്ള ഒപ്പീനിയനായിരുന്നു രാഹുലിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഇതെല്ലാം സതീശനെ തലയിൽ കെട്ടി വെച്ചപ്പോൾ സതീശനെ എതിർക്കാനൊന്നും പോയില്ല. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞതെന്ന് മാറിയിട്ടുള്ള വേറെ പല വ്യതിയാനങ്ങളും വരുത്തിയപ്പോഴും സതീശനൊന്നും പറഞ്ഞില്ല. അവസാനം പറഞ്ഞു അറബിക്കടൽ ആർത്തരമ്പി വന്നാലും തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു. കാരണം എത്രയോ വലിയ സൈബർ അറ്റാക്കിനാണ് വിധേയനായത്. റിനിയെ കൊണ്ടുവന്നത് വരെ സതീശനാണെന്നുള്ള രീതിയിൽ. സത്യത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സിബിക്കും എനിക്ക് പറയാം. റിനിയുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിനി പിന്നെ സതീശനോട് കൺസൾട്ട് ചെയ്യുക പോലും ചെയ്യാതെ ചെയ്ത കാര്യമാണെന്നുള്ളത് അറിയാം. പക്ഷെ അതിൻ്റെ പോലും പിതൃത്വം നേരെ സതീശൻ്റെ മേളിലോട്ട് ആരോപിച്ചു വരെ. ആ സമയത്ത് കെ.സി. വേണുഗോപാലിനെ ഒന്ന് വിലക്കെണി ചടിക്കാൻ ചോദിച്ചു. കെ.സി. വേണുഗോപാൽ ആ കെണിയിൽ ഒന്ന് കൊത്തുകയും ചൂണ്ടയിൽ ഒന്ന് കൊത്തുകയും ചെയ്തു.
കൊത്തിക്കഴിഞ്ഞ് പക്ഷേ ഇവർ പിന്നെയും ഈ പരാതികളൊക്കെ വരാൻ തുടങ്ങിയോട് കൂടിയിട്ട് ആദ്യത്തെ പരാതി വന്നതോട് കൂടിയിട്ട് കേസിക്കും എനിക്ക് ഭരിക്കാവൂ എന്നുള്ള സംശയം വന്നു. അതോട് കൂടിയിട്ട് പിന്നെ സുധാകരനെ പോയിട്ട് കാണുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെ വന്നിട്ട് ആ പാവത്തിൻ്റെ വയസ്സുകാലത്ത് ആ സാധനത്തിനും ഒരേറിയിട്ട് കൊടുത്തു. അതേ പോയി കുത്തി. എന്നിട്ട് എനക്കോലെ അറിയാം കുറേ കാലമായിട്ട് ഓനോട് ഞാൻ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചാൽ അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ സുധാകരൻ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പാവമാണെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്ത് സ്റ്റാമ്പും ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് സ്ഥിതി. അവിടെ സതീഷ് നിലപാടിൽ മാറ്റം വന്നില്ല എന്നുള്ളതാണ്. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞോടുകൂടി ഇവന്മാർ വിറച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അടുത്ത് പിന്നെ ചൊറിയാൻ വന്നാൽ ഞാനെല്ലാം പറയുന്ന പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ അതിനിപ്പം രാഹുൽ ഗാന്ധിയോടാണെങ്കിലും പറയാനുള്ളത് പറയും. രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ എന്താ പറഞ്ഞേ? രാഷ്ട്രീയ പ്രവർത്തനമല്ല, അത് പുള്ളിയുടെ മധുരയായിട്ടൊന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേ. പുള്ളി ഇപ്പം എന്ന് വെച്ചാൽ പാർട്ടി അടിമുടി കോൺഗ്രസ്സുകാരനെ. ഇപ്പം ഇടക്കാലത്തൊരു അച്ഛൻ്റെ കൂടെ അപക്വമായ തീരുമാനമെടുത്ത് മന്ത്രിസഭയിൽ അംഗമാവുന്നു, പിന്നെ വടക്കാഞ്ചേരി തോക്കുന്നു, പിന്നീട് നിരന്തരമായ തോൽവികളിലൂടെ സഞ്ചരിക്കുന്നു, TIC ഉണ്ടാക്കുന്നു, പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം വേറൊരു മുരളീധരനെ റിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ വന്ന് നിന്നപ്പോഴും ഒക്കെ പിന്നെ അങ്ങനെ തന്നെയാണൊരു മുറിയാണ് നമ്മൾ കാണുന്നത്. വടകരയിൽ നിന്ന് തൃശ്ശൂർ പോകാൻ പറഞ്ഞു അവിടെ പോയി നിന്നു, നേമത്ത് നിൽക്കാൻ പറഞ്ഞു അവിടെ പോയി നിന്നു, അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. പാർട്ടി പറയുന്നതൊക്കെ അനുസരിച്ച് വിധേയനായിട്ട് നിന്നു. പക്ഷേ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാടിലാണ് പോകുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ പറയേണ്ടതും എടുക്കേണ്ടതുമായ തീരുമാനത്തിൽ നിലപാടിൽ നിന്നിട്ടാണ് മുരളി പോകുന്നത്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ മുരളിക്ക് തെക്ക് പോയിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. കാരണം മുരളി നേമത്ത് പോയി എടുത്ത റിസ്ക് വലുതാ. മുരളി അവിടെ പോയി നിന്നിട്ടില്ലെങ്കിൽ ആ സീറ്റ് BJP തന്നെയാ. തീർച്ചയായിട്ടും ശിവൻകുട്ടി ജയിക്കത്തില്ല. ആ മുരളി പോയതുകൊണ്ടാണ് വോട്ട് ഡൈവേർട്ട് ചെയ്തു പോയത്, സ്പ്ലിറ്റ് ആയി പോയത്. അതുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത്. അപ്പം RSSനും BJPക്കും ഏറ്റവും വലിയ ശത്രുവാണ് മുരളീധരൻ. മുരളീധരൻ ഇവിടെ നിന്ന് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ള എവിടെ പോയി നിന്നാലും മുരളീധരൻ അവർ തോപ്പിക്കുന്ന അവസ്ഥയുണ്ട്. കരിയർ പണയം വെച്ചിട്ടാണ് കളിച്ചത്, ലൈഫ് പണയം വെക്കാന്ന് പറഞ്ഞ പോലെ. അങ്ങനെ സേഫ് സോണിലിരുന്ന് കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരാളല്ല മുരളി. അപ്പം മുരളി സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല പിന്നെ അഗ്രസീവായിട്ട് പറഞ്ഞാലും നമുക്കിങ്ങനെ പുള്ളി പട്ടിണി കിടന്ന് പറയുന്ന പോലെ തോന്നുക. പുള്ളിയുടെ ഒരു സംസാര രീതിയൊക്കെ അങ്ങനെ വളരെ മയത്തിലാണ് കാര്യങ്ങൾ പറയുക. പക്ഷെ ശക്തമായ നിലപാടായിരുന്നു. സമയത്ത് പോലും പിന്നോട്ട് പോയിട്ട് അവർ ജോസഫ് വാഴയ്ക്കിന്റെ നിലപാട്. പിന്നെ പുള്ളിക്കും ഇവന്മാരെ കളിയിൽ വലിയ കലിപ്പുണ്ടല്ലോ. കാരണം പുള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ടും അവൻ രാഹുൽ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അബിൻ വർക്കിയാണ് ഉദ്ദേശിച്ചത്. അടുത്ത പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് കാണിച്ചും കൊടുത്തതാ മീഡിയയുടെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ വേറെ പ്രഖ്യാപനം വരുന്നത്. KCയുടെ അടുത്ത് പോയിട്ട് KCയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് KCയെ കൊണ്ട് മാറ്റിക്കുന്നത്. അജയ് തറയിലിനെയും ജോസഫ് വാഴയ്ക്കിനെയും ഒക്കെ പോലെയുള്ളവരെല്ലാം രംഗത്തിറങ്ങുകയാണ്, ഓരോരുത്തരും രംഗത്തിറങ്ങുകയാണ്. പിന്നെ താരാ ടോജോ അലക്സിനെ ഒക്കെ പോലുള്ള ഇതിനകത്തുനിന്ന് ഒന്നും ആവണമെന്ന് ആഗ്രഹമില്ലാത്ത, വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന, വളരെ നല്ല പിന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, നല്ല ചുറ്റുപാടുകളുള്ള, എന്നാൽ നല്ല അവർക്കിത് രാഷ്ട്രീയം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട് എഴുതാനൊക്കെ അറിയാവുന്ന അങ്ങനെയുള്ള ഒരുപാട് പേര്. അതുകൊണ്ട് ടി സിദ്ദിഖ്, ചാണ്ടി ഉമ്മൻ, MK രാഘവൻ, അബിൻ വർക്കി, ശബരിനാഥൻ, പിന്നെ ജയസകൽ, വിനു ചുള്ളിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു നീണ്ട നിര. അത് എണ്ണിയാൽ ഒഴുകുന്നില്ല. KM അഭിജിത്ത്, ഇങ്ങനെയുള്ള ഒരു നിര തന്നെയുണ്ട്. റിജിലിനെന്ന് വെച്ചാൽ റിജിലിന് നിലപാട് ഇവരോട് എതിർപ്പ് തന്നെയാണ്. പക്ഷെ റിജിലിന് അങ്ങനെ പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. റിജിലിന് ചില കാര്യങ്ങൾ എതിർപ്പില്ലാണ്ടല്ല, പക്ഷെ റിജിലിന് അത് ചെയ്യല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു. കാരണം ചിലരെയൊക്കെ പ്ലീസ് ചെയ്യേണ്ട ചില അവസ്ഥയുണ്ടായിരുന്നു. കാരണം റിജിലിൻ്റെ ഒപ്പം ഉള്ളവരൊക്കെ ഓരോ സ്ഥാനത്തെത്തി, റിജിൽ മാത്രം അവിടെ എത്തിയില്ല. കുറേ അടി കൊണ്ടത് മാത്രം ബാക്കിയാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ജയിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷനിലേക്ക് കുഴപ്പമില്ലാത്തൊരു പോസ്റ്റ് കൊടുക്കുകയും വേണ്ടതാ റിജിലിനെ. കുറേ അടി കൊണ്ടിട്ടുള്ളതാണ്. കണ്ണൂരെ രാഷ്ട്രീയ പ്രവർത്തനം മറ്റിടത്തമാരി പോയി വെല്ലുവിളിക്കലല്ലോ. ഷാഫി പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഷാഫി KSUവിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ആണ് റിജില്. പിന്നെ അതുമല്ല, ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തന്നെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുമാണ്. കാരണം ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന, അതായത് രാഷ്ട്രീയം കൊണ്ട് അരിവാങ്ങുന്ന ഒരു ചെറുപ്പക്കാരനല്ല. അപ്പോൾ കണ്ണൂരാണ് തട്ടകോ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഓക്കെ, അപ്പം എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ത്യാഗത്തിൻ്റെയും കൂടി ഒരു പിന്നെ കുട്ടിയാണ് ഇതെന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും അവസരം ഇല്ലാതായി. മാത്രമല്ല, ദില്ലിയിലിരിക്കുന്നവർക്കും വലിയ റോളൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം ഈ ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ടാണ് അടൂർ പ്രകാശിനെ വിടേണ്ടത്. അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ സംരക്ഷകനായിട്ട് അങ്ങ് വിട്ടേക്കണം. അല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടെങ്കിൽ താമസിപ്പിക്കുക. അത് താമസിപ്പിക്കാനൊക്കെ ഞാൻ പറഞ്ഞതിന് വേണ്ടി പല കാരണങ്ങളുണ്ട്. വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കട്ടെ, എന്നിട്ട് അങ്ങനെ നോക്കട്ടെ. അങ്ങനെ നോക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആളുമാണല്ലോ അടൂർ പ്രകാശ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നല്ലാതെ, അല്ലാതെ UDF എന്ന് പറയുന്ന UDF എന്ന് പറഞ്ഞാൽ UDFൻ്റെ അഭിപ്രായം പറയുകയാണ് കൺവീനറുടെ ഉത്തരവാദിത്വം. LDFൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ LDFൻ്റെ അഭിപ്രായം പറയുന്നത്. ഇയാളെ വ്യക്തിപരമായ അഭിപ്രായവും
പുള്ളിയുടെ സ്വകാര്യമായ ചില കാര്യങ്ങളും വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ വഴിക്ക് കിടക്കട്ടെ. അത് UDF ആയിട്ട് കൂട്ടിക്കുറയ്ക്കേണ്ടതല്ല, രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കിടക്കേണ്ടതല്ല, പൊതുപ്രവർത്തനത്തിൽ മിക്സ് ചെയ്യേണ്ട സാധനമല്ല. അതേപോലെ തന്നെ സണ്ണി ജോസഫിന് പിന്നെ ഒരു നിലപാടുകൾ ഇല്ല എന്നിരിക്കുന്നത് അതും ഒരു നിലപാടല്ലേ എന്ന് ചോദിക്കും. നിലപാടില്ലാതിരിക്കലല്ലേ എൻ്റെ നിലപാടെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കത്തില്ല. അത് അങ്ങനെ മലയാളം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷെ അത് സ്റ്റഫ് എന്ന് പറയുന്നതും ബോൾഡാകുക എന്ന് പറയുന്നതും അത് രണ്ടും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഒരിടത്ത് സ്റ്റഫില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവരൊന്നും ബോൾഡല്ല. ഇതിൻ്റെ പിന്നെ KPCC പ്രസിഡന്റ് പക്ഷേ സൗമ്യതയൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു തരം വിനീത വിധേയൻ്റെ വിഡിവേഷം കിട്ടിപ്പോകുന്നത് ആ പോസ്റ്റിന് യോജിച്ചതല്ല. അയാൾ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതും പത്രക്കാരടുത്ത് മെക്കിട്ട് കയറത്തില്ല, അതൊക്കെ നല്ല കാര്യമാണ്. മാന്യമായ ഭാഷ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ചില സ്ഥലത്ത് അഗ്രസീവായിട്ട് പറയേണ്ടടുത്തും ഇടപെടേണ്ടടുത്തും ചിലടത്ത് ആക്ഷനിലേക്ക് പോകേണ്ടടുത്തും പോകാനുള്ള കെൽപ്പ് വേണം. അപ്പം ഈ അടൂർ പ്രകാശൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വളരെ സുന്ദരമായി ഫൈനലിനെ കുറിച്ച് സെമി ഫൈനലിൽ ഇമാതിരി നമ്മൾ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊല്ലത്തും കോഴിക്കോട് നിന്നും UDF ഇത്രത്തോളം നേട്ടത്തിലെത്തുമെന്ന് അല്ലെങ്കിൽ കൊല്ലം പിടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തതാണ്. ബാക്കിയുള്ളത്തെ കാര്യങ്ങളൊക്കെ വിട്ടുകളാം. അതുപോലും പിന്നെ നമ്മൾ ഇത്രയും കാലത്ത് നമ്മുടെ നിരീക്ഷണത്തിനകത്ത് ഇമാതിരി ഒരു അത്ഭുതം ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് വളരെ ഈസി വാക്ക് ഓവറിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനകത്ത് നെല്ലും പതിരും വേർതിരിച്ചറിയുകയും എല്ലാ പതിരും ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് നെല്ല് മാത്രം വേവിച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ, പുഴുങ്ങി അരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞു. ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ പല അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതിന് പറ്റിയൊരു ടീമുണ്ട്. യുവതലമുറ വളരെ ആവേശത്തിലാണ്. ആവശ്യമില്ലാതെ വേലിയെ കിടക്കുന്ന പാമ്പിനേക്ക് എടുത്ത് തോളത്തില്ലാതെ പെണ്ണുപിടിയന്മാരെയൊന്നും സംരക്ഷിക്കാൻ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ മാത്രം മതി കോൺഗ്രസിൻ്റെ നേതൃത്വം.